ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്നതിൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ചേനത്തോരൻ റെസിപ്പിയാണ്. ഇതിനായിട്ട് ഞാൻ ഒരു 1/4 കിലോ ചേന എടുത്തിട്ടുണ്ട്. ചേന നന്നായി കഴുകി അതിൻ്റെ ആ കറുത്ത ഭാഗം തൊലിയൊക്കെ നന്നായി വെട്ടിക്കളഞ്ഞ് അതിൻ്റെ ഉള്ളിലുള്ള എഡിബിൾ പോർഷന് നമ്മൾ ഇതുപോലെ സ്മോൾ സ്ക്വയറായി കട്ട് ചെയ്തെടുക്കാം. നെക്സ്റ്റ് നമുക്ക് ആവശ്യം പുളിയാണ്. ഒരു നെല്ലിക്കയുടെ വലിപ്പം പോലും ഇല്ല കേട്ടോ ഈ പുളി. വളരെ ചെറിയൊരു പീസ് പുളി. അത് നമ്മൾ വെള്ളം ചേർത്ത് ഒന്ന് കുതിരാൻ വെക്കുക. എന്നിട്ട് അതിനെ പുളി വെള്ളമാക്കി എടുക്കുക കേട്ടോ. ചൂടുവെള്ളം ഒഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് കുതിർത്തെടുക്കാൻ പറ്റും. നമ്മൾ ചെറിയൊരു തക്കാളിയും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറേ പുളി വേണ്ട, ലൈറ്റായിട്ട് പുളി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. പുളിവെള്ളം ചേർക്കുമ്പോൾ ഈ നാവ് ചൊറിയുന്ന പ്രശ്നമുള്ള ആൾക്കാർക്ക് ആ ഒരു എഫക്റ്റ് കിട്ടത്തില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇനി ഒരു പാത്രത്തിലോട്ട് 1/4 ടീസ്പൂൺ തൊട്ട് ഒരു 1/2 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ച പുളിവെള്ളം നമുക്ക് ഇതിൽ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. നമ്മളിനി ഒരു സ്ട്രെയിനർ വെച്ചിട്ടാണ് ഈ പുളിവെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ സ്ട്രെയിനറിൽ വരുന്ന ആ ഒരു പോർഷനിലോട്ട് നമ്മൾ വീണ്ടും വെള്ളം ഒഴിച്ചിട്ട് നന്നായി കുഴച്ച് ഇതിൻ്റെ ആ ഒരു പുളിവെള്ളം വീണ്ടും ഒന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക. എന്നിട്ട് സ്ട്രെയിനർ കൂടെ വീണ്ടും അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നന്നായി എന്നിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു വെള്ളമാണ്, ഈ ഒരു കൂട്ടാണ് നമ്മൾ ചേന വേവിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. നെക്സ്റ്റ് ഒരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. ഇത് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിക്കാം, കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ചെറുതായി അരിഞ്ഞു വെച്ച് നമ്മുടെ ചേന ഇതിലോട്ട് ചേർത്ത് നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഈ എണ്ണയും കടുകും കറിവേപ്പിലൊക്കെ നന്നായിട്ടൊന്ന് യോജിച്ച് വരും പോലെ. നെക്സ്റ്റ് നമ്മൾ ഉണ്ടാക്കി വെച്ച പുളിവെള്ളം ഇതിലോട്ട് ചേർക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു തക്കാളിയാണ് കേട്ടോ. ചെറുതാണെങ്കിൽ ഒരു തക്കാളി, വലുതോ മീഡിയം ആണെങ്കിൽ അതിൻ്റെ പകുതി ഒരു ചെറിയ കഷ്ണം ചേർത്താൽ മതി. പുളിരുചിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി യോജിപ്പിച്ച ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇനി അടുത്തത് അത് വെന്ത് വരുന്ന സമയത്തേക്ക് നമ്മൾ ഒരു 3 പിടി കൈപ്പിടിയിൽ തേങ്ങ, ഒരു 5 6 വളരെ ചെറിയ വെളുത്തുള്ളിയാണ് 5 6 എടുത്തത്. ഇതാണ് തന്നെ എൻ്റെ ആയുധം. ഇത് വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇടിച്ച് ചതച്ച് യോജിപ്പിച്ചെടുക്കാം. സോ തേങ്ങയും വെളുത്തുള്ളിയും കൂടെ നന്നായി യോജിച്ച് വന്നിട്ടുണ്ട്. നല്ല മണം ആട്ടോ ഈ സമയത്ത്. നല്ലൊരു, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫ്ലേവറാണ് ഇത്. അപ്പോൾ നമുക്കിനി നമ്മളെ ചേന വെന്തൊന്ന് നോക്കാം. ഗ്രേവിയൊക്കെ നന്നായി തിക്കായിട്ട് ചേനയൊക്കെ ഒരു ഓൾമോസ്റ്റ് ഒരു 85-90% കുക്കായി വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ ആവാനുണ്ട്. ഞാനത് പ്രസ് ചെയ്ത് നോക്കിയപ്പോൾ ഇതൊന്നൊരു പീസ് എടുത്തിട്ട് കൈ കൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഉടഞ്ഞു പോകണം. അതാണ് ഇതിൻ്റെ ഒരു കുക്കിംഗ് സ്റ്റേജ് എന്ന് വെച്ചാൽ. അപ്പോൾ ഞാനിത് നോക്കുമ്പോഴത്തേക്ക് ഇതൊരു 90% ആയിട്ടുണ്ട്. ഇത്തിരിയും കൂടെ ആവാണ്ട്. അപ്പോൾ ഞാൻ അടച്ചു വെച്ച് വീണ്ടും വേവിച്ചായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല തിക്ക് ഗ്രേവിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇടയ്ക്ക് വെള്ളമൊക്കെ ആവശ്യത്തിനുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കുക. ഉപ്പും പുളിയൊക്കെ ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കിയിട്ടൊന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് കുക്കായി റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇതിലോട്ട് ഇനി തേങ്ങ ചേർത്തിട്ട് നന്നായി യോജിപ്പിച്ച ശേഷം തേങ്ങയും വെളുത്തുള്ളിയും ഇതൊക്കെ ഒന്ന് കൂടി ചേർന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ഒന്ന് അടച്ചു വെച്ച് നമ്മൾ വേവിച്ചെടുക്കണം. ഈ സമയത്ത് ഇതൊരു ലൈറ്റ് പുളിയുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ പുളിയും തക്കാളിയും ആഡ് ചെയ്യുമ്പോൾ നിങ്ങളെ ഇഷ്ടാനുസരണം പുളിയുടെ ആവശ്യാനുസരണം ഇതൊന്ന് ചേർത്ത് കൊടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ആയിട്ടുള്ളൊരു ഇതാണ്. വെള്ളമൊക്കെ നന്നായി വെറ്റി നല്ലൊരു തോരൻ കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നിങ്ങളും ഇങ്ങനെയാണ് ഉണ്ടാക്കാറെന്ന് പറയാം. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ടൈം.